ഈ വീഡിയോയിൽ നമ്മൾ മെഷീൻ ലേണിങ്ങിലെ ലീനിയർ റിഗ്രഷനും മെട്രിക്സ് മെത്തേഡുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണ്. നമുക്ക് തന്നിരിക്കുന്ന വൺ ഓർ മോർ ഇൻപുട്ട് വാല്യൂസിനെ ബേസ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ലേണിംഗ് അൽഗോരിതത്തിന് പറയുന്നതാണ് ലീനിയർ റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കലിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അതിന് 2 ടൈപ്സ് ഓഫ് ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ട്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാർഗറ്റ് ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഫീച്ചേഴ്സിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഇതിന് കുറച്ച് ബേസിക് ടെർമിനോളജീസ് ഉണ്ട്. ട്രെയിനിങ് ഡേറ്റ, നമ്മൾ ലേണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റയാണ് നമ്മൾ ട്രെയിനിങ് ഡേറ്റ എന്ന് പറയുന്നത്. അതേപോലെ ടെസ്റ്റിംഗ് ഡേറ്റ, നമ്മൾ ഈ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മോഡലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്ത വാല്യൂസ് കൊടുക്കില്ല, പകരം ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കൊടുക്കുന്നത്. അതെന്തിനാ? നമ്മുടെ മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം സെയിം ഡേറ്റ ആകുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അത് എന്തോരം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വേറെ കുറേ ഡേറ്റ ഉണ്ടാവും. പിന്നെ പ്രഡിക്ഷൻ, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിഗ്രഷൻ മോഡൽ, നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇന്നതായിരിക്കും എന്ന് മോഡലിനെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ മോഡൽ, നമ്മുടെ ട്രെയിനിങ് ഡേറ്റ യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാവും ഫൈനലി. നമ്മൾ നേരത്തെ ഗ്രേഡിയൻ്റ് ഡിസെൻഡൻറ്റ് മോഡലിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിനെയാണ് നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. ഇനി ലീനിയർ റിഗ്രഷൻ അസ്യൂംസ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ലീനിയർ. നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നാണ് ലീനിയർ റിഗ്രഷൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കുറേ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ, y = mx + c. അതിനെ നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ ടേമിൽ പറയുന്നത് y = θ0 + θ1 × x എന്നായിരിക്കും. ഇവിടെ θ0 എന്ന് പറയുന്നത് നമ്മുടെ ബയാസ് ആയിരിക്കും, അതായത് നമ്മുടെ ഇൻ്റർസെപ്റ്റ്. θ1 എന്ന് പറയുന്നത് വെയിറ്റ് ആയിരിക്കും. അതെല്ലാം നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് എന്തൊക്കെയാണ്. ഇനിയാണ് നമ്മൾ മെട്രിക്സ് മെത്തേഡിലേക്ക് പോകുന്നത്. നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് ഡയറക്റ്റ്ലി റിഗ്രഷൻ കോഎഫിഷ്യൻസിനെ കമ്പ്യൂട്ട് ചെയ്യുന്നതിനാണ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്നുമില്ല, ഇറ്ററേഷൻസ് ഒന്നും നമുക്ക് ചെയ്യേണ്ട, ലേണിംഗ് റേറ്റ് ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നോർമൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യേണ്ട സ്റ്റെപ്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ലീനിയർ റിഗ്രഷൻ അല്ലെങ്കിൽ മെട്രിക്സ് മോഡലിനകത്ത് ഹൈപ്പോത്തസിസ്, ആദ്യമേ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എടുക്കുക, y = mx + b. അത് തന്നെയാണ് y cap = θ0 + θ1 × x. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? നമുക്ക് ഡേറ്റ തന്നിരിക്കുന്ന ഡേറ്റ എക്സും വൈയും തന്നിട്ടുണ്ടാവും. അവിടെ എക്സ് എന്ന് ഉള്ള മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് കോളം എപ്പോഴും 1 ആയിരിക്കും. ബാക്കി x1 x2 എക്സ്ട്രാ അപ് ടു xm വരെ ഉണ്ടായിരിക്കും. പക്ഷെ എപ്പോഴും ഫസ്റ്റ് കോളത്തിൽ എല്ലാ വാല്യൂസും 1 ആയിരിക്കും. പിന്നെ അതുപോലെ y നമുക്ക് അടുത്ത പ്രോബ്ലം വരുമ്പോഴത്തേക്കിനും മനസ്സിലാവും അങ്ങനെ എടുക്കുന്നതെന്ന്. പിന്നെ നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്നതാണ്, θ = x⁻ × x ഇൻവേഴ്സ് × x⁻ × y. അപ്പോൾ നമുക്കിത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എല്ലാത്തിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണ്ടേ? അതാണ് നമ്മൾ ആ കമ്പ്യൂട്ടിംഗ് ഓർഡർ എന്നുള്ള ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം x⁻ കണ്ടുപിടിക്കണം, x⁻ × x കണ്ടുപിടിക്കണം, x⁻ × x ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, x⁻ × y കണ്ടുപിടിക്കണം. ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ നോർമൽ ഇക്വേഷനിലേക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും. അതിൽ നിന്ന് θ0യും θ1ഉം ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് 5 ആ ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ആ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂവിൽ നമുക്ക് നമ്മുടെ പ്രഡിക്ഷൻ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻ റേറ്റും നമുക്ക് കിട്ടും. അപ്പോൾ അതെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ എക്സ്പീരിയൻസും ഇയേഴ്സും തന്നിട്ടുണ്ട്, എക്സ്പീരിയൻസും സാലറിയും തന്നിട്ടുണ്ട്. അപ്പോൾ നോർമൽ ഇക്വേഷൻ യൂസ് ചെയ്ത് θ0യുടെയും θ1ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ 5 വർഷം ആകുമ്പോഴത്തേക്കിനും ആ പേഴ്സൻ്റെ എക്സ്പീരിയൻസ് 5 വർഷം ആകുമ്പോൾ എത്രയായിരിക്കും സാലറി എന്നും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ മെയിൻ ഇക്വേഷൻ നോർമൽ ഇക്വേഷൻ എഴുതുക. അവിടുന്ന് എക്സിന് നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് കോളം എപ്പോഴും 1 ആയിരിക്കും, അത് ഫുൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എക്സ്പീരിയൻസ് 1 2 3 4 അതായിരിക്കും നമ്മൾ സെക്കൻഡ് കോളത്തിൽ കൊടുക്കുന്നത്. ഇനി y എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ സാലറിയെ നമ്മൾ y മെട്രിക്സ് ആയിട്ട് കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ ഇക്വേഷൻ നോർമൽ ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതുന്നു. സ്റ്റെപ്പ് 4 നമ്മൾ നേരത്തെ ഈ ഒരു ഇത് കണ്ടില്ലേ, സ്റ്റെപ്പ് 4ൽ 1 2 3 4 സ്റ്റെപ്സ് ഉണ്ട്. അതെല്ലാം കണ്ടുപിടിക്കണം. നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമല്ലോ.
അപ്പോൾ എക്സ് ട്രാൻസ്പോസ് എഴുതുക. അത് കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ അറിയാവുന്ന കാര്യമാണ്. പിന്നെ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ചെയ്യുക. സിമ്പിൾ അല്ലേ? പിന്നെ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എക്സിൻ്റെ ഇൻവേഴ്സ് അതറിയാമല്ലോ. ആദ്യമേ നമ്മൾ ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഡയഗണൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുന്നു. ആ ഡിറ്റർമിനൻറ്റിനെ വെച്ച് നമ്മൾ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ എക്സ് ട്രാൻസ്പോസും വൈയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി എന്താ ചെയ്യുക? തീറ്റ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. തീറ്റ കണ്ടുപിടിക്കാൻ നമ്മളെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂസ് കിട്ടും. അവിടുന്ന് നമുക്ക് θ0 എന്ന് പറയുന്നത് 2ഉം θ1 = 2 ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ നേരത്തെ ഇക്വേഷനിൽ കൊടുക്കാമല്ലോ. θ0 + θ1 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 + 2x ആയിരിക്കും. പിന്നെ പ്രഡിക്ഷൻ ഓഫ് 5 years. അപ്പോൾ ആ 5 ഇവിടെ കൊടുത്താൽ മതി. നമ്മുടെ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ y cap = 2 + 2 × 5 = 12. അപ്പം 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുടെ പ്രഡിക്റ്റഡ് സാലറി 12 lakhs rupees ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ആ ഒരു എന്തൊക്കെ കണ്ടുപിടിക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, കാൽക്കുലേറ്ററിനകത്ത് ഇട്ട് കൊടുക്കുക, വാല്യൂസ് എടുക്കുക, ഫൈനലി തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക, ഇക്വേഷനിൽ കൊടുക്കുക, വാല്യൂ പ്രൊഡിക്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ.